എല്ലാവർക്കും പ്രണാമം. 64-ാം പദ്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. 63-ാം പദ്യത്തിൽ ഒരു ജീവൻ മുക്തൻ അഥവാ ബ്രഹ്മനിഷ്ഠൻ എങ്ങനെയാണ് ഓരോ നിമിഷവും ജീവിക്കുന്നത് എന്ന കാര്യം ഗുരുദേവൻ വ്യക്തമായി പ്രതിപാദിച്ചു. അദ്ദേഹം സദാ ബ്രഹ്മത്തിൽ തന്നെ വർത്തിക്കുന്നു. ഇന്ദ്രിയ വിഷയങ്ങളൊന്നും അദ്ദേഹം അറിയുന്നതേയില്ല. അറിവിനെ ഇങ്ങറിയുന്നതെന്നിയെ താൻ പരവശനായി അറിവിയില്ല. ഇന്ദ്രിയങ്ങൾക്ക് വശപ്പെട്ട അദ്ദേഹം ഒന്നിനെയും അറിയാറില്ല. പരവശനായി അറിവിയില്ല. പണ്ഡിതൻ തൻ പരമരഹസ്യം ഇതാരു പാർത്തിടുന്നു. പുറത്തുനിന്ന് നോക്കുന്ന ആർക്കും ഇത് പിടികിട്ടില്ല. അദ്ദേഹം ശരീരം കൊണ്ട് എന്ത് ചലനത്തിലേർപ്പെട്ടിരുന്നാലും മനസ്സ് പലത് കാണുന്നതേയില്ല. പക്ഷെ ഇത് ഒരു സാധാരണക്കാരന് എങ്ങനെ സാധിക്കും? ഒരു സാധാരണക്കാരന്റെ ഇന്ദ്രിയങ്ങൾ ഓരോ ഇന്ദ്രിയവും കാണിക്കുന്ന വിഷയങ്ങളിൽ സംഘബദ്ധമാണ്. അതെന്റേത്, അത് നിന്റേത്, ഞാനൊരിക്കലും ഇത് കൈവിടില്ല എന്നിങ്ങനെ ജഡവിഷയങ്ങളിൽ ഒരു ലൗകികൻ സാധാരണ ബദ്ധനായി വർത്തിക്കുന്നു. അങ്ങനെയുള്ള ആൾക്ക് ഈ വിഷയബന്ധം മനസ്സ് ഓരോ വിഷയങ്ങളുമായും പറ്റിപ്പിടിച്ച് ഇതെന്റത് നിന്റത് എന്നിങ്ങനെ ഉറച്ചു നിൽക്കുന്ന ഈ സ്ഥിതി എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്ന കാര്യമാണ് 64-ാം പദ്യത്തിൽ വിവരിക്കുന്നത്. പ്രതിവിഷയം പ്രതി ബന്ധമേറിമേവും. ഓരോരുത്തർക്കും ഓരോ ബന്ധങ്ങൾ. ബന്ധമേറിമേവുന്നതിനെ നിജസ്മൃതിയെ നിരാകരിക്കൂ. അതിവിശദസ്മൃതിയാൽ അതീത വിദ്യാനിധി തെളിയുന്നു. അതിനില്ല നീതിഹാനി. ഓരോരുത്തർക്കും പ്രതിവിഷയം പ്രതി ഓരോ ജഡ വിഷയത്തിലും ബന്ധമേറിമേകുന്നു. കടുത്ത ബന്ധം. കുടുംബബന്ധം, കുടുംബത്തിൽ തന്നെ പലതരം ബന്ധങ്ങൾ. ഭാര്യാഭർത്തൃബന്ധം, പിതൃപുത്രബന്ധം, പിന്നെ മറ്റ് ജഡപദാർത്ഥങ്ങളോടുള്ള ബന്ധം, വീട്, കാറ്. ഒരു സാമാന്യ മനുഷ്യൻ, വലിയ മനുഷ്യരാണെങ്കിലോ അധികാരത്തിലൊക്കെ ഇരിക്കുന്നവർ, എന്റെ രാജ്യം, ഞാനത് വിടില്ല, എന്റെ പാർട്ടി, അങ്ങനെ നിരവധി ബന്ധങ്ങളാണ്. നല്ല ഉറച്ചുപോയ ബന്ധങ്ങൾ. ഈ ബന്ധങ്ങൾക്കൊക്കെ ഇപ്പൊ എന്താ സാർ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, ദുഃഖിക്കേണ്ടി വരും. രാപകൽ ഈ ബന്ധങ്ങൾ ദുഃഖിപ്പിക്കും. അവസാനമാകുമ്പോഴോ ഈ ബന്ധം ശക്തമായി നിൽക്കും. ശരീരം വിട്ടുപോകേണ്ടതായും വരും. അവിടെയാണ് ഈ മായയെ ദുരന്ത എന്ന് പറയുന്നത്. അവസാനം തികച്ചും ദുരന്തത്തിൽ കൊണ്ടെത്തിക്കും. ഇതിനെന്താ മാർഗം? ഒറ്റ മാർഗമേ ഉള്ളൂ. ഒരു കർമ്മവും ഈ ബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കുകയില്ല. പിന്നെന്താ? വ്യക്തമായി വസ്തുവിനെ ധരിക്കൂ. വസ്തു എന്താണ്, ഇവിടെ ഉള്ളതെന്ത് എന്ന് വ്യക്തമായി ധരിക്കൂ. പ്രതിവിഷയം പ്രതി വെച്ചാൽ ഓരോരോ വിഷയങ്ങളോടും ബന്ധമേറിമേവുന്നതിനെ, കടുത്ത ബന്ധം ഉറപ്പിച്ച് കഴിയുന്നതിനെ നിജസ്മൃതിയെ നിരാകരിക്കൂ. അതിനെ നിരാകരിക്കണമെങ്കിൽ, അതിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. നിജസ്മൃതി. താനാരാണെന്ന് വ്യക്തമായി സദാ ഓർമ്മിക്കൂ. അതിന്റെ പശ്ചാത്തലത്തിൽ ശാസ്ത്രീയമായി ഈ പ്രപഞ്ചം എന്താണെന്ന് ഓർമ്മിക്കൂ. നിജസ്മൃതി എന്ന് പറഞ്ഞാൽ ആത്മസ്മൃതി, ബോധസ്മൃതി, ബ്രഹ്മസ്മൃതി. ഈ ബന്ധത്തിൽ നിന്നും മോചനം നേടാൻ ഒരൊറ്റ മാർഗമുള്ളൂ. മറ്റെല്ലാം കർമ്മമാണ്. കർമ്മമൊന്നും ഈ ബന്ധത്തിൽ നിന്ന് മോചനം തരില്ല. നേരെ മറിച്ച്
നിജസ്മൃതി ഉറയ്ക്കാമെങ്കിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ, സമ ബ്രഹ്മത്തിന് രണ്ട് ശക്തികളുണ്ട്, അന്യസമ. അതിൽ സമയെ ആശ്രയിച്ചുകൊണ്ട് ഇത് ബ്രഹ്മം, ഇത് ബ്രഹ്മം. ഇപ്പൊ വീടിനോട് കടുത്ത ബന്ധം, അതെ, വീടിന്റെ ഓർമ്മ വരുമ്പോ ഇത് ബ്രഹ്മമെന്ന് ഓർമ്മിക്കൂ. വീട് നിജസ്മൃതി, ആത്മാവാണ് വീട് എന്ന് ഓർമ്മിക്കണം. ഇത് ബ്രഹ്മം. ഇത് ഓർമ്മിച്ചാൽ പലർക്കും പെട്ടെന്ന് സംശയം, അപ്പൊ വീട് ബ്രഹ്മമാണെന്ന് ഓർമ്മിച്ചാൽ പെയിന്റ് അടിക്കാൻ പറ്റുമോ സാർ? എന്താ പറ്റാത്തത്? അത്ഭുതമാണ്. എന്താ, ബ്രഹ്മമെന്ന് ഓർമ്മിച്ചുകൊണ്ട് പെയിന്റ് അടിച്ചാൽ ഇന്നടിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി ആ പെയിന്റിന് ഭംഗി കൂടും. പിന്നെ നമ്മുടെ മനസ്സിനോ അതിരറ്റ ആശ്വാസം, അതിരറ്റ ആശ്വാസം. ആരോടും ഒരിടത്തും വഴക്കില്ല. ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നു, തിരുത്തേണ്ടതൊക്കെ തിരുത്തുന്നു. പക്ഷെ ഒരിടത്തും ക്ഷോഭിച്ചിളകി കോലാഹലം ഉണ്ടാക്കിയിട്ടല്ല. ക്ഷോഭിച്ചിളകിയാൽ ഉള്ളതും കൂടെ ഇല്ലാതാവും. അപ്പോ കുഞ്ഞുങ്ങളെയൊക്കെ ബ്രഹ്മമാണെന്ന് വിചാരിച്ചാലോ സാർ, അവരെ പള്ളിക്കൂടത്തിൽ അയക്കാനൊക്കോ? എന്താ ചോദ്യം ഇത്? ആ സംഘബദ്ധത കൊണ്ട് എല്ലാം മറന്നുപോകുന്നു. കൃഷ്ണൻ ജനിച്ചു വീണുടൻ അമ്മയോടും അച്ഛനോടും പറയുന്നത്, നിങ്ങളെന്നെ പുത്രനായി കരുതും മോഹം. വസുദേവനോടും ദേവകിയോടും പറയുകയാണ്, പക്ഷേ കൂടെ കൂടെയെങ്കിലും ഞാൻ ബ്രഹ്മമാണെന്നുകൂടി ഓർമ്മിക്കൂ. ഓർമ്മിച്ചാൽ നിങ്ങളും ഞാനും രക്ഷപ്പെടും. അല്ലെങ്കിൽ നിങ്ങളും ഞാനും ദുഃഖത്തിൽ കിടന്നുഴലേണ്ടി വരും. അപ്പോ എന്തും ബ്രഹ്മമാണെന്ന ശാസ്ത്രീയ സത്യം, ഒരൊറ്റ സത്യം നമ്മൾ അംഗീകരിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഇത് ഒരൊറ്റ സത്യമേ ഇവിടുള്ളൂ. സർവം ബ്രഹ്മമയം. ഉപനിഷത്തും മറ്റും ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു. ഈ സ്മൃതി, ഇത് ഓർമ്മിക്കുക. അർജുനന് പോലും ഒടുവിൽ ഈ സ്മൃതി തിരിച്ചു കിട്ടിയെന്നാണ്. അർജുനൻ പറയുന്നു, ഭഗവാനെ, നഷ്ടോ മോഹ, എന്റെ മോഹം നഷ്ടമായി. എന്താ കാര്യം? പലതുണ്ടെന്നുള്ള ചിന്ത. ഭീഷ്മര് വേറെ, ദ്രോണര് വേറെ, ഞാൻ വേറെ, കൃഷ്ണൻ വേറെ. ഈ ചിന്തയാണ് മോഹം. ഭഗവാനെ, അത് പോയിരിക്കുന്നു. നഷ്ടോ മോഹ സ്മൃതിർലബ്ധ, സ്മൃതി തിരിച്ചു കിട്ടി. എന്താ സ്മൃതി? ഞാൻ ബ്രഹ്മം, ഈ ജഗത്ത് മുഴുവൻ ബ്രഹ്മം എന്ന ശാസ്ത്രീയ സത്യം എനിക്കിപ്പോ വിട്ടുപോകാതെ സ്മരിക്കാൻ കഴിയുന്നു, ഓർമ്മിക്കാൻ കഴിയുന്നു. സ്മൃതിർലബ്ധ, നഷ്ടോ മോഹ സ്മൃതിർലബ്ധ. എങ്ങനെ? ത്വത്പ്രസാദാത്മയാച്യുത, അച്യുത, അങ്ങ് 18 അധ്യായങ്ങളിൽ കൂടി ആ സത്യം എനിക്ക് ആവർത്തിച്ച് പറഞ്ഞു തന്നതുകൊണ്ട് അങ്ങയുടെ പ്രസാദം നിമിത്തം എനിക്ക് മോഹം നഷ്ടമായി. ഇന്ദ്രിയങ്ങൾ കാണിക്കുന്ന ജഡവിഷയങ്ങൾ സത്യമെന്നുള്ള ചിന്ത നഷ്ടമായി. സ്മൃതിർലബ്ധ, എല്ലാം ഒരേ ബ്രഹ്മമാണെന്നുള്ള സത്യം ഏതാണ്ട് വിട്ടുപോകാതെ ഓർമ്മിക്കാൻ കഴിയുന്നു. അതങ്ങോട്ട് ഉറപ്പായില്ല അനുഭവത്തിൽ. സ്ഥിതോസ്മി ഗത സന്ദേഹ, എനിക്കിപ്പോ സംശയമേ ഇല്ല. കരിഷ്യെ വചനം തവ, ഞാൻ അങ്ങയുടെ വാക്കുകൾ അനുസരിക്കും എന്നാണ് അർജുനൻ പോലും പറയുന്നത്. അക്കാര്യമാണ് ഗുരുദേവൻ ഓർമ്മിപ്പിക്കുന്നത്. പ്രതിവിഷയം പ്രതി ബന്ധമേറിമേ ഉന്നതിനെ, കടുത്ത ബന്ധമാണ്. മരിക്കാൻ കിടന്ന് പിടഞ്ഞാലും പുറത്തുള്ള ബന്ധങ്ങൾ വിടാൻ കഴിയുന്നില്ല. അപ്പോൾ ആ ബന്ധങ്ങളുമായിട്ട് സൂക്ഷ്മ ശരീരം ഇവിടുന്ന് പോവും, അന്ധകരണം. അത് വീണ്ടും അത്തരം ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തിരിച്ചു വരും. ഇത് എത്ര കാലം? അതിനുവേണ്ടിയാണ് ഈ ദുഃഖം മുഴുവൻ അനുഭവിക്കുന്നത്. നേരെ മറിച്ച് ആ ബന്ധങ്ങൾക്ക് ചെയ്യേണ്ടതൊക്കെ ചെയ്യാം. ക്രമേണ ശുദ്ധമായ സുഖം, ബ്രഹ്മസുഖം അനുഭവിക്കാം. ഒടുവിൽ സർവം ബ്രഹ്മമയം എന്നുറപ്പിച്ചുകൊണ്ടും മറ്റുള്ളവർക്ക് ഉറപ്പിച്ചു കൊടുത്തുകൊണ്ടും ഈ ശരീരം വിടുകയും ചെയ്യാം. അതാരും ഇഷ്ടപ്പെടുന്നില്ല.
ഗുരുദേവൻ അത് ഓർമ്മിപ്പിക്കുന്നു. പ്രതിവിഷയം പ്രതി ബന്ധമേറിമേവുന്നതിനെ നിജസ്മൃതി, ആത്മസ്മൃതി, ബ്രഹ്മസ്മൃതി മാത്രമേ നിരാകരിക്കൂ, അതിനെ മാറ്റിത്തരൂ. അങ്ങനെ എല്ലാം ബ്രഹ്മമാണെന്നുറച്ച് ചിന്ത ചെയ്താൽ ആകെക്കൂടിയുള്ള സത്യം തെളിയുമോ ഗുരുദേവ? ഒരു സംശയവും വേണ്ട. നിയമമാണത്. നിങ്ങളങ്ങനെ അഭ്യസിക്കുമോ ആ സത്യം തെളിയും. അതിവിശദ സ്മൃതിയാൽ എന്ന് പറഞ്ഞാൽ വിട്ടുപോകാതെ എല്ലാ നിമിഷവും നാരദനും മറ്റും നിൽക്കും പോലെ നിമേഷാർത്ഥം അതിഷ്ഠന്തി വൃത്തിം ബ്രഹ്മമയും വിന. അരനിമിഷം പോലും ഇതൊക്കെ ബ്രഹ്മമാണ് എന്ന ചിന്ത വിട്ടുനിൽക്കുന്നില്ല നാരദാദി മുനിമാരും മറ്റും എന്നാണ് ശ്രീ ശങ്കര ഭഗവത്പാദർ പറയുന്നത്. അപ്പോ അതിവിശദ സ്മൃതിയാൽ അങ്ങനെ ആ സ്മൃതി അതിവിശദമാക്കുമെങ്കിൽ, വിട്ടുപോകാതെ അഭ്യസിക്കുമെങ്കിൽ അതീത വിദ്യാനിധി തെളിയുന്നു. അതീത വിദ്യാനിധി, വിദ്യയെപ്പോലും കടന്നു നിൽക്കുന്ന വിദ്യ എന്ന് പറയുന്നത് ഒരു മാർഗമാണ്. ആ സത്യം അനുഭവിക്കാനുള്ള മാർഗം. ഇങ്ങനെ അഭ്യസിക്കുന്നു. അഭ്യാസകാലമാണ് വിദ്യ. ആ അഭ്യാസം തീർന്നാൽ തെളിയുന്ന അതീത വിദ്യാനിധി ബ്രഹ്മം, പരമാത്മാവ് തെളിയുന്നു. അതിനില്ല നീതിഹാനി. ഇന്നുവരെ ആ നിയമത്തിന് ഭംഗം വന്നിട്ടില്ല. ആരാണോ ഇങ്ങനെ ഗംഭീരമായി ആ സത്യത്തെ ഒരിക്കലും വിട്ടുപോകാതെ അഭ്യസിച്ചുറപ്പിക്കുന്നത്, അവർക്ക് ആ സത്യം തെളിയുന്നു. മറ്റെല്ലാം നഷ്ടപ്പെടുന്നു. നേരെ മറിച്ച് ഇന്ദ്രിയ വിഷയങ്ങളാണ് സത്യമെന്ന് കരുതി അവയുടെ പിന്നാലെ പോവുകയാണെങ്കിൽ സ്വന്തം ശരീരം ഉൾപ്പെടെ എല്ലാം നഷ്ടപ്പെടുന്നു. എത്രയെത്ര ചക്രവർത്തിമാർ, എത്രയെത്ര ഭരണകർത്താക്കൾ, എത്രയെത്ര കോടീശ്വരന്മാർ വന്നു പോയി. അവർക്ക് എന്ത് കിട്ടി? ഒരു കഥയുണ്ട്. പണ്ട് ഒരു രാജാവിന്റെ കാലത്ത് മുഞ്ചൻ എന്ന് പറയുന്ന രാജാവ്, ചക്രവർത്തി, അദ്ദേഹത്തിന്റെ ബന്ധുവായ ഒരു കുട്ടി ഭാവിയിൽ രാജാവായേക്കും എന്ന് ജ്യോത്സ്യന്മാർ പ്രവചിച്ചു. അദ്ദേഹത്തിനാകെ അമ്പരപ്പായി. അദ്ദേഹം ചെയ്തു, ആ കുട്ടിയെ കാട്ടിൽ കൊണ്ടുപോയി കൊല്ലാൻ ഭൃത്യന്മാരെ കയ്യിൽ കൊടുത്തയച്ചു. ഭൃത്യന്മാരെ കൊണ്ടുപോയി ഏതോ ഒരു മൃഗത്തെ കൊന്ന് അതിന്റെ രക്തമൊക്കെ വാളിൽ പുരട്ടിയിട്ട് ആ കുഞ്ഞിനെ കൊന്നു എന്ന് പറഞ്ഞ് രാജാവിനെ അല്പം കളിപ്പിച്ചു. കുഞ്ഞിനെ അവർ കൊന്നില്ല. പക്ഷെ ആ കുട്ടിക്കാലത്ത് തന്നെ നല്ല പ്രതിഭാശാലിയായിരുന്ന കുട്ടി രാജാവിനൊരു എഴുത്തെഴുതി കൊടുത്തയച്ചു എന്നാണ്. പ്രസിദ്ധമായ ഒരു എഴുത്താണ്. അല്ലയോ രാജാവേ, അങ്ങ് ചെയ്തത് നന്നായി. അതായത് എന്നെ കൊന്നാൽ അങ്ങേക്ക് രക്ഷപ്പെടാം. ഇവിടുന്ന് പോകുമ്പോൾ ഈ ഭൂമിയെ കൂടെ ചിലപ്പോൾ കൊണ്ടുപോകാൻ സാധിച്ചേക്കും എന്ന് കരുതിയാണല്ലോ അങ്ങനെ കൊല്ലാം എന്ന് തീരുമാനിച്ചത്. അത് നന്നായി. മാന്ധാതാച മഹീപതി കൃതയുഗാലങ്കാരഭൂതോ ഗത. അല്ലയോ രാജാവേ, കൃതയുഗത്തിൽ നാട്ടിൽ മുഴുവൻ പ്രസിദ്ധി നേടിയ ധർമ്മനിഷ്ഠനായ ചക്രവർത്തിയായിരുന്നു മാന്ധാതാവ്. അദ്ദേഹം കടന്നുപോയി. ഇപ്പോൾ അദ്ദേഹം ഇല്ല. പക്ഷെ ഭൂമി അദ്ദേഹത്തിന്റെ കൂടെ പോയതായിട്ട് അറിയുന്നില്ല. മാന്ധാവാച മഹീപതി കൃതയുഗാലങ്കാരഭൂതോ ഗത സേതുർവിയേന മഹോദഥോ വിരചിത ക്വാസൗ ദശാസ്യന്തക. ഈ മഹാസമുദ്രത്തിന് കുറുക്കെ അണകെട്ടി അപ്പുറത്ത് കടന്ന ആ ദശാസ്യാന്തകൻ, രാവണാന്തകനായ രാമൻ രാജാവേ, ഇന്ന് ഇവിടെ അദ്ദേഹം പോയി. അദ്ദേഹം ഇപ്പൊ ഇവിടെ ഒന്നുമില്ല. പിന്നെ
എല്ലാരും പോകുന്നു, പോയാൽ പിന്നെ ഇവിടെ ഒന്നുമില്ല, ആളുകൾ ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറയുന്നു. വെറും മായ. അന്യേജാപി യുധിഷ്ഠിര പ്രഭൃതയോ യാതാ ദിവം ഭൂപത്തെ. അല്ലയോ രാജാവേ, വേറെ ധർമ്മനിഷ്ഠരായി കണക്കാക്കപ്പെട്ടിരുന്ന ധർമ്മപുത്രർ, അദ്ദേഹത്തിന്റെ അനുചരന്മാർ തുടങ്ങിയ മഹാരഥന്മാരായ രാജാക്കന്മാർ ഒക്കെ പോയി. രാജാവേ, അവരൊക്കെ പോയി. പ്രയാത പാംസുവൻ ഭൂപാഹ, ചക്രവർത്തിമാർ വെറും പൊടിപടലങ്ങൾ പോലെ കടന്നുപോയി. നൈകേനാപി ഗതാസമം വസുമതി. രാജാവേ, ഒരൊറ്റൊരുത്തരുടെ കൂടെയും ഭൂമി പോയില്ല. അവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു, എന്റെ ഭൂമി ഞാൻ വിടില്ല, അതിനുവേണ്ടി ഞാൻ യുദ്ധം ചെയ്യും. എന്നുവെച്ചാൽ നമ്മളിവിടെ കൊച്ചു കൊച്ചു 2 സെന്റിനും 3 സെന്റിനും യുദ്ധം ചെയ്യുമ്പോൾ തന്നെയാണ് ഓരോരുത്തരുടെയും ഭൂമിക്ക് വേണ്ടി ഭരണാധികാരികൾ യുദ്ധം ചെയ്യുന്നത്. അങ്ങനെ ആ ഭൂമി ഒരൊറ്റ മനുഷ്യരുടെയും കൂടെ പോയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് മുഞ്ചത്വയാസ്യസി, അല്ലയോ മുഞ്ചരാജാവേ, അങ്ങയുടെ കൂടെ ഈ ഭൂമി മിക്കവാറും വന്നേക്കും എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എന്നെ കൊല്ലാൻ അങ്ങ് തീരുമാനിച്ചത് വളരെ നന്നായി എന്ന് കാണിച്ച് ഒരെഴുത്ത് രാജാവിന് എഴുതി കൊടുത്തയച്ച്, മാന്ധാതാച മഹീപതി കൃതയുഗാലങ്കാരഭൂതോഗത സേതുർയേന മഹോദഥോ വിരചിത ക്വാസോ ദശാസ്യാന്തക. ആ ദശാസ്യാന്തകൻ ഇപ്പോഴെവിടെ? അന്യേചാപി യുധിഷ്ഠിര പ്രഭൃതയോ യാതാ ദിവം ഭൂപത്തെ. ഭൂപത്തെ ധർമ്മപുത്രരുമൊക്കെ പോയി. നൈകേനാപി ഗത സമം വസുമതി. ഭൂമി ആരുടെ കൂടി പോയില്ല. മുഞ്ച ത്വയാസ്യസി, ചിലപ്പോ യാസ്യത്തി, ചിലപ്പോ നിന്റെ കൂടെ ഭൂമി വന്നേക്കാനിടയുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഈ ശ്ലോകം വായിക്കുമ്പോ മാന്ധാതാവും ഒക്കെ ഇരിക്കട്ടെ, ഇപ്പൊ നമ്മുടെ അടുത്ത കാലത്തെ രാഷ്ട്രീയത്തിൽ അതിഗംഭീരന്മാർ, അവരെ ആരും മോശപ്പെടുത്തി കാണിക്കുകയല്ല. എവിടെ അവരൊക്കെ ഗാന്ധിജയൻ, പണ്ഡിറ്റ് നെഹ്റു, വല്ലഭായ് പട്ടേൽ, രാജേന്ദ്ര പ്രസാദ്, മൗലാന ആസാദ്, ആ ഒക്കെ വലിയ ഗംഭീരന്മാർ എവിടെ ഇപ്പോ? അതിനെന്താ സാറേ എവിടെ? അതിനെന്താ, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മളും പോവും, അവരെ പോലെ തന്നെ എല്ലാവരും പോവും. പക്ഷെ പോകുന്നതിന് മുൻപ് മറ്റെന്തിനേക്കാളും അധികം ഈ സത്യത്തെ കൂടെ അറിഞ്ഞുകൊണ്ട് പോവുക. മറ്റൊക്കെ ഇരുന്നോട്ടെ, ഓരോരുത്തരുടെ രാജ്യഭരണവും അതൊന്നും വേണ്ടെന്നതിനർത്ഥമില്ല. നമുക്കതൊക്കെ കിട്ടിയാൽ നമുക്കും വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം. പക്ഷെ ഈ സത്യം കൂടെ അറിഞ്ഞില്ലെങ്കിൽ ഒരു പണ്ഡിറ്റ് നെഹ്റുവും രക്ഷപ്പെടില്ല. ഒടുവിൽ കാണാം പണ്ഡിറ്റ് നെഹ്റു ആകെ തളർന്ന് ആ ചൈന ആക്രമണത്തോടുകൂടി പിടിച്ചളക്കാൻ പിന്നെ ഒരാൾ വേണം, തനിയെ എണീക്കാൻ പോലും വയ്യാത്ത വിധത്തിൽ ആകെ തളർന്ന ധീരനായ ഗംഭീരനായ ആ പടയാളി തളർന്ന് ജീവിതം വെടിഞ്ഞതായിട്ടാണ് അന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് ഒരു ധൈര്യമൊക്കെ പോയി, ഗാംഭീര്യമൊക്കെ പോയി എന്ന് പറഞ്ഞാൽ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഈ സത്യബോധമില്ലയോ ആരുടെ ഗാംഭീര്യവും ഇപ്പൊ പോവും അവസാനം. നേരെ മറിച്ച് വിനോബാ ഭാവെ, അദ്ദേഹത്തിന്റെ ഗാംഭീര്യം അത്ര പോയില്ല. അദ്ദേഹം 5 ദിവസം വെള്ളം പോലും കുടിക്കാതെ 4-5 ദിവസം ഇരുന്ന് ശരീരം അങ്ങ് ഉപേക്ഷിച്ചു. ഇന്ദിരാഗാന്ധിയും മറ്റും പോയി താണ് വീണപേക്ഷിച്ചു വെള്ളം കുടിക്കാൻ. അദ്ദേഹം സന്തോഷപൂർവ്വം പറഞ്ഞു, ഞാൻ ഇനി എന്തിനാ വെള്ളം കുടിക്കുന്നത്? ഈ ശരീരം കൊണ്ടിനിയിപ്പോ വിശേഷിച്ചൊന്നും സാധ്യമല്ല, അതുകൊണ്ട് വെള്ളം കുടിക്കുന്നില്ല. അദ്ദേഹം ഗീതയൊക്കെ നല്ല വായിച്ചും വേദാന്തമൊക്കെ പഠിച്ചും ആധ്യാത്മികത്വം നല്ല ഉറച്ച ആളായിരുന്നു വിനോബാജി. ഇതൊക്കെ
ആധുനിക കാലത്ത് പോലും ഈ രണ്ട് തലത്തിലും ധാരാളം ആളുകളെ കാണാറുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും വിഷയബന്ധം, സംഘം, എന്റെ രാജ്യം, എന്റെ കുടുംബം, എന്റെ വീട്, ഇതൊക്കെ മാറണമെങ്കിൽ നല്ല കാലത്ത് തന്നെ വീടും കുടുംബവും രാജ്യവും ഒക്കെ ബ്രഹ്മം, ഒരേ ഈശ്വര തത്വം, ഈശാവാസ്യമിതം സർവം എന്നുറപ്പിച്ചെങ്കിൽ മാത്രമേ സാധ്യമാവൂ. പ്രതിവിഷയം പ്രതി ബന്ധമേറിമേവും അതിനെ നിജസ്മൃതിയെ നിരാകരിക്കൂ. അതിവിശദ സ്മൃതിയാൽ അതീത വിദ്യാനിധി തെളിയുന്നു. വിശദമായി ഇടതടവില്ലാതെ ഈ സ്മരണ അഭ്യസിക്കാമെങ്കിൽ അതീത വിദ്യാനിധി തെളിയുന്നു. വിദ്യയ്ക്കപ്പുറം നിൽക്കുന്ന ആ പരമസത്യം സൂര്യതുല്യം തെളിഞ്ഞ് അനുഭവപ്പെടുന്നു. അങ്ങനെയാണോ? അപ്പോൾ ഈ ലോകം ആ സത്യത്തിലുള്ള ചില തോന്നലുകളാണല്ലോ. ഈ ലോകത്തെക്കുറിച്ചൊക്കെ ആ സത്യത്തെ അന്വേഷിക്കുന്ന ആളിന് അറിയാൻ കഴിയുമോ? സകലതും ഈ ലോകത്തിലുള്ള ഓരോ ശക്തിസ്പന്ദനത്തെക്കുറിച്ചും ആ സത്യദർശിക്ക് വേണമെങ്കിൽ അറിയാൻ പറ്റും. പക്ഷെ പലരും സത്യത്തെ അന്വേഷിക്കുന്നവർ പുറമേയുള്ള ഈ ജഡവിഷയങ്ങളുടെ അറിവിനെ അത്ര കണക്കാക്കാറേയില്ല. ഒരു കുറി നാം അറിയാത്തതൊന്നുമിങ്ങില്ല, ഒരു മറവാൽ അറിവിയില്ല, ഉണർന്നിതെല്ലാം അറിവവരില്ല. അതിരറ്റതാകയാൽ ഈ അരുമയെ ആരറിയുന്നഹോ വിചിത്രം. ഗുരുദേവന്റെ ആത്മോപദേശ ശതക ശ്ലോകങ്ങൾ അത്യന്തം ലളിതവും അതേ അവസരത്തിൽ അതിഗംഭീരമായ വേദാന്ത തത്വം നമുക്ക് കാട്ടിത്തരുന്നവയുമാണ്. ഒരു കുറി നാം അറിയാത്തതൊന്നുമില്ല. ഒരു കുറി ഒരു പ്രാവശ്യം നമുക്കറിയാൻ അറിയാത്തതായി എന്ന് പറഞ്ഞാൽ അറിയാൻ കഴിയാത്തതായി, ഒരു സത്യാന്വേഷിക്ക് അറിയാൻ കഴിയാത്തതായി ഒരു കുറി നാം അറിയാത്തത് ഒന്നുമില്ല. ഈ ജഗത്തിൽ ഒന്നുമില്ല. ഏതു ഭൗതിക വിഷയത്തെക്കുറിച്ചും അറിയാം വേണമെങ്കിൽ. പതഞ്ജലിയുടെ യോഗസൂത്രത്തിൽ സിദ്ധിപാദം എന്നൊരു പാദമുണ്ട്. ലോകത്തുള്ള ഏത് കാര്യവും അറിയാനുള്ള ചില മനസ്സിന്റെ സംയമങ്ങൾ, ചില മനസ്സിന്റെ സമാധി പരിശീലനങ്ങൾ അദ്ദേഹം അതിൽ വിവരിക്കുന്നുണ്ട്. സൂര്യേ സംയമാത് ഭുവനജ്ഞാനം. മനസ്സിനെ ഏകാന്തമായി സൂര്യനിൽ സംയമിച്ചാൽ ഭുവനജ്ഞാനം, സകല പ്രപഞ്ചഘടകങ്ങളെയും കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭ്യമാവും. ഞാൻ പണ്ട് വിചാരിച്ചിട്ടുണ്ട്, ഇന്നത്തെ ഉപകരണങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഈ ഇന്ത്യയിൽ ഗ്രഹണവും മറ്റും അതിസൂക്ഷ്മമായി കണക്കുകൂട്ടി ഇന്നപ്പോൾ സംഭവിക്കും, ഇത്ര നിമിഷത്തിനകം സംഭവിക്കും എന്ന് നമ്മുടെ ജ്യോത്സ്യന്മാരും മറ്റും പറയുമായിരുന്നു. ഇന്ന് അതും പോയി. ഇന്ന് സൂക്ഷ്മങ്ങളായ ഉപകരണങ്ങളുണ്ട്. എങ്കിലും എല്ലാറ്റിനെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസമാണ്. ഒരു മാസത്തിന് തന്നെ 30 ദിവസമുണ്ടോ 31 ദിവസമുണ്ടോ, ചിലയിടത്തൊക്കെ 30 ദിവസം, ചിലയിടത്തൊക്കെ 31 ദിവസം, ഇങ്ങനെയൊക്കെ മാറിപ്പോയിരിക്കുന്നു. ഇന്നും അതിസൂക്ഷ്മമായ ഉപകരണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്നിങ്ങനെയൊന്നുമില്ല. കുറെ കാലം മുമ്പ് വരെ ഞാൻ അന്ന് വിചാരിച്ചിട്ടുണ്ട്, ഇങ്ങനെ സാധിച്ചു. ഗ്രഹണമൊക്കെ, സൂര്യനിൽ ഗ്രഹണം സംഭവിക്കുന്നത് വിനാഴിക സഹിതം കൃത്യമായി നമ്മുടെ പഞ്ചാംഗങ്ങൾ ഗണിച്ച് നിശ്ചയിച്ചിരുന്നു. അപ്പോൾ അത് ഏതോ കാലത്ത് അത് കണ്ട് അതിന്റെ കണക്കുകളെല്ലാം വളരെ വ്യക്തമായി ആരോ കണക്കുകൂട്ടി പ്രചരിപ്പിച്ചിരുന്നു. അങ്ങനെ ആയിരിക്കണം ഇത് വന്നു ചേരുന്നത്. അല്ലെങ്കിൽ എങ്ങനെ സാധിക്കും?
ഈ ലോകത്തുള്ള എന്തും നിങ്ങൾക്ക് കാണണമെന്നുണ്ടോ കാണാം, എന്തും സാധിക്കണമെന്നുണ്ടോ സാധിക്കാം. പക്ഷെ അതിനൊക്കെ പ്രത്യേക തരം ചില സമാധ്യാഭ്യാസങ്ങളുണ്ട്. ആ അഭ്യാസങ്ങൾ പ്രത്യേകം ശീലിക്കണം. ചില ബ്രഹ്മനിഷ്ഠന്മാർക്ക് അതൊന്നും ശീലിക്കാതെ തന്നെ അണിമാതി സിദ്ധികളൊക്കെ വന്നു ചേരും. ശരീരത്തെ ചെറുതാക്കണോ ചെറുതാക്കാം, ശരീരത്തെ പർവ്വതം പോലെ മഹത്താക്കണോ മഹത്താക്കാം. ഹനുമാനും മറ്റും ലങ്കയിലേക്ക് ചാടിയപ്പോൾ ശരീരത്തെ അതിമഹത്താക്കി മാറ്റി, അതിലഘുവാക്കി മാറ്റി എന്നൊക്കെ രാമായണം പറയാറുണ്ട്. നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോകും, ഇതൊക്കെ സാധിച്ചതാണോ? എന്തും സാധിക്കാം. കാരണം എന്തും ഈ സത്യത്തിൽ നടക്കുന്ന കളികളാണ്. അപ്പോൾ ഈ സത്യത്തെ ഒരു പ്രത്യേക രീതിയിൽ സംയമനം ചെയ്ത് മനസ്സേകാഗ്രപ്പെടുത്തിയാൽ ഏത് സിദ്ധിയും, ആകാശഗമന സിദ്ധിയും, ഇതൊക്കെ വാസിഷ്ഠത്തിൽ തന്നെ വിവരിക്കുന്നുണ്ട്. ആകാശഗമന സിദ്ധി നേടാനുള്ള അഭ്യാസം ഇവിടെ ഇരിക്കുന്നു, പെട്ടെന്ന് ആകാശത്തിൽ കൂടി മദ്രാസിൽ അല്ലെങ്കിൽ ഡൽഹിയിലെത്തുന്നു നിമിഷം കൊണ്ട്. അതിന് പ്രത്യേക തരം ചില അഭ്യാസങ്ങളുണ്ട്. ആ അഭ്യാസങ്ങൾ ശീലിക്കാമെങ്കിൽ ആർക്കും അത് സാധിക്കും. ലോകത്തുള്ള ഏത് ഘടകത്തെയും, ഇപ്പോ ചൊവ്വായിൽ പോകാൻ ശാസ്ത്രജ്ഞൻ ശ്രമിക്കുന്നു. ഇവിടെ ഇരുന്നുകൊണ്ട് ചൊവ്വായുടെ രഹസ്യങ്ങൾ പിടിച്ചെടുക്കണം എന്ന് വെച്ചാൽ ചൊവ്വായ കേന്ദ്രമാക്കിക്കൊണ്ട് സൂര്യനെ കേന്ദ്രമാക്കി മനസ്സിനെ ഏകാഗ്രപ്പെടുത്തിയാൽ ലോകത്തെക്കുറിച്ച് മുഴുവൻ അറിവുണ്ടാവും. അതുപോലെ ചൊവ്വയെ കേന്ദ്രമാക്കി മനസ്സിനെ സംയമിച്ചാൽ ചൊവ്വയെക്കുറിച്ചുള്ള പൂർണ്ണ വിവരം, ഭൗതിക തലത്തിലുള്ള വിവരം ഒരാൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടില്ല.